ഹലോ, വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നമി ബേബിയെ കൊണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് പോയത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇനി പുതിയതായിട്ട് ഭാവേനെ കൊണ്ട് ആരെങ്കിലും ഫ്ലൈറ്റിൽ പോകാനിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ എൻ്റെ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ കേട്ടോ. ഞാൻ മാർച്ചിലായിരുന്നു വാവേനെ കൊണ്ട് പോയത്. സോ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഞാൻ വാവയായിട്ട് ഒറ്റയ്ക്കായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റും ആയിരുന്നു. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു ആദ്യം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു, പക്ഷെ എനിക്ക് മാനേജബിൾ ആയിരുന്നു. എൻ്റെ എക്സ്പീരിയൻസും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള കുട്ടി കുട്ടി മിസ്റ്റേക്സോ ഞാൻ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഞാനിവിടെ പറയാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്നോട് ഒന്ന് രണ്ട് പേര് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഒന്ന് രണ്ട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും ഞാനിവിടെ ഷെയർ ചെയ്യാം. എങ്ങനെയാണ് ഞാൻ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കിയെന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയാം, നിങ്ങൾ വാവയായിട്ട് ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പാർട്ട് ഫ്രം നിങ്ങൾ ബാഗേജിൽ ഇടുന്ന സംഭവങ്ങൾ, ബാക്ക് പാക്ക് നിങ്ങൾ ഒരെണ്ണം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. സോ അതാകുമ്പോൾ ബേബീനെയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ലഗേജും ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ വാവയുടെ നിങ്ങൾ മേജറായിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ, ഫോർ എക്സാമ്പിൾ വെറ്റ് വൈപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ നേരം വെക്കാൻ പ്രത്യേകം ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അടിയിലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാടായിരിക്കുമല്ലോ. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മേലേക്കോ അല്ലെങ്കിൽ സൈഡിലുള്ള പോക്കറ്റ്സിലോ അങ്ങനെ നിങ്ങൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ആൻഡ് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ, ഭാവനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ മേജറായിട്ട് നിങ്ങൾ കരുതിക്കേണ്ട സംഭവങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിന് ശ്രദ്ധിച്ചു കേൾക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് കുറച്ച് എക്സ്ട്രാ ആയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, എങ്ങാനും ആൾ ഒമിറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പം പി ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളൊരു 2 പെയർസ് നിങ്ങൾക്ക് വെക്കാം. എത്ര വെക്കുന്നതിൻ്റെ ഓക്കെ എന്ന് വെച്ചാൽ ഒത്തിരി വെക്കണം എന്നല്ല, ബട്ട് നിങ്ങളൊരു 1 or 2 പെയർ എന്തായാലും എടുത്ത് വെക്കുക കേട്ടോ. സോ ഡ്രസ്സ് എടുത്ത് വെക്കുക. സെക്കൻഡ്, നിങ്ങൾ വെറ്റ് വൈപ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെറ്റ് വൈപ്സ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ടർക്കിയോ അല്ലെങ്കിൽ വാവയ്ക്ക് വേണ്ടിയിട്ടൊരു ടവൽ, അതൊരു 2 എണ്ണം എടുത്ത് വെക്കുന്ന കുറച്ചുകൂടെ എപ്പോഴും നിങ്ങൾ എന്ത് വെച്ചാലും ഒന്ന് എക്സ്ട്രാ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. സോ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് 2 ടവൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾക്കൊരു കർച്ചീഫ് പോലത്തെ സംഭവമുണ്ട്. സോ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു 2 പെയർ. ദെൻ ഡയപ്പർ ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നത് കൊണ്ട് ഞാനൊരു 3 എണ്ണമായിരുന്നു വെച്ചത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് ജേർണി ആണ് അല്ലെങ്കിൽ ഇപ്പം ലേ ഓവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ അതനുസരിച്ച് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഡയപ്പേഴ്സും കയ്യിൽ കരുതിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ വരുന്നത് പാസിഫയർ കേട്ടോ. ഇത് ഞാൻ പാസിഫയർ ബേബിക്ക് ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്, അത് ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ചിട്ട്. സോ അതെനിക്ക് പേഴ്സണലി നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ടേക്ക് ഓഫ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇയർ പെയിൻ ഒക്കെ വരുന്നത് മാക്സിമം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ പാസിഫയർ എടുത്ത് വെക്കുക. ആൻഡ് നിങ്ങളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ആണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഒരു ബോട്ടിലിലെ ഫോർമുല വെച്ചിരിക്കുന്ന ഒന്നൊരു ബാക്കപ്പ് പ്ലാൻ ആയിരിക്കും. സോ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ബട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചേക്കാം കേട്ടോ. ബിക്കോസ് ഇൻ കേസ് ഇപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, ഇപ്പോൾ ആള് ബ്രസ്റ്റ് ഫീഡിങ് എടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോർമുല കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ അത് വേണമെങ്കിൽ ഒരു ബാക്കപ്പിന് വെച്ചേക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബേബീനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ടോയ്സ് ഒക്കെ കാണില്ല, ആൾക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള. സോ അത് നിങ്ങൾ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് വലിയ സംഭവങ്ങളല്ല, എന്നാലും കുട്ടി നമുക്ക് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ള ടോയ്സ് കാണുമല്ലോ. സോ അത് നിങ്ങൾ കുറച്ചുകൂടെ വെച്ചേക്കുന്നത് ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ആൾ ഇൻ കേസ് കരയുവാണ്, പെട്ടെന്ന് ആളൊന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതും മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് ബേബിക്ക് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റയ്ക്കായിരുന്നു, ഞാനും ബേബി മാത്രമായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലഗേജ് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ ബാഗേജിൽ ഡ്രോപ്പ് ചെയ്യാനും നിങ്ങൾക്ക് അവിടെ എയർപോർട്ട് സ്റ്റാഫിനോട് അസിസ്റ്റൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഇനി ഞാൻ എങ്ങനെയാണ് ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയതെന്ന് നോക്കാം.
സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യമായിട്ട് ബേബീനെ ഇപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റോ എയർ ഇന്ത്യയോ ഏതാണെങ്കിലും എയർ ഏഷ്യോ ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക ബേബി സർട്ടിഫിക്കറ്റ് നമുക്ക് സൈൻ മേടിക്കാവുന്നതാണ് പൈലറ്റിൻ്റെ. അപ്പം ഇതാണ് സംഭവം. സോ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ കയറുമല്ലോ, നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഓൾറെഡി അവിടെ എയർ ഹോസ്റ്റസിനോട് നമുക്ക് പറയാം ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നുള്ളത്. സോ ഒന്നെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും, അവരുടെ ഓൾറെഡി കാണും. ബട്ട് സ്റ്റിൽ ഞാൻ ഭാവിക്ക് ഓൾറെഡി എന്താണ് ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്, പ്രിന്റ് എടുത്തിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്നും ഏത് ആപ്പിൽ കൂടെ ചെയ്തതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്തുതരാം. സോ നിങ്ങൾ ആദ്യം എയർ ഹോസ്റ്റസിനോട് ഇത് പറയാം. ആൻഡ് വൺസ് എല്ലാ പാസഞ്ചറും നിങ്ങൾ ലാൻഡ് ചെയ്തതിനു ശേഷം പോകുമല്ലോ, എല്ലാ പാസഞ്ചറും പോയതിനു ശേഷം എന്താണ് പൈലറ്റിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ആൻഡ് ഇതൊരു ആസ് എ പാർട്ട് ഓഫ് മെമ്മറി നിങ്ങൾക്ക് ഇതെന്നും സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ബേബീനെ ഫ്ലൈറ്റ് കെട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വാവയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ അതിനായിട്ട് അവിടെ ഡയപ്പർ ചേഞ്ചിങ് റൂം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡും ചെയ്യാം. അതുപോലെ തന്നെ ഡയപ്പർ ഒക്കെ ആളുടെ ചേഞ്ച് ചെയ്തിട്ട് സുഖമായിട്ട് ആളെ ഫ്ലൈറ്റിൽ കയറ്റാൻ വേണം. അപ്പൊ നിങ്ങൾ ആരും മറക്കരുത്. ഇനി എന്തായാലും ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പിൽ കൂടിയിട്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ആപ്പിൽ കൂടി എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഞാനൊരു ഡെമോ ആയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് കേട്ടോ ആപ്പ് ക്യാൻവ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. ഒന്ന് ഇതും പിന്നെ ഇത് ഈ ഇൻഡിഗോടതും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഒത്തിരി സർട്ടിഫിക്കറ്റിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യമുള്ളത് വെച്ചിട്ട്, അല്ലെങ്കിൽ റിമൈനിങ് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കളർഫുൾ സർട്ടിഫിക്കറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബേബീസിന് പറ്റിയ പോലത്തെ അങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ടെംപ്ലേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു യെല്ലോ സിമ്പിൾ കാണാമല്ലോ, അതായത് അത് പർച്ചേസ് ചെയ്യണം അങ്ങനെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പർച്ചേസ് ചെയ്യണം. സോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പർച്ചേസ് ഓപ്ഷൻ ഇല്ലാത്തത് ഇപ്പം ഇതില്ലേ, ഇതിന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ബേബിയുടെ നെയിം, പിന്നെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് മാറ്റർ എഴുതുമ്പോൾ ഫ്ലൈറ്റ് നമ്പറും എന്താ പറയുക ഫ്രം വെയർ ടു വെയർ അതും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ സൈനിൻ്റെ ആ പോർഷനിൽ ആ ടെംപ്ലേറ്റിലുള്ളത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എയർ ഹോസ്റ്റസിൻ്റെയും പൈലറ്റിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക കാർട്ടൂൺ പിക്ചർ പോലത്തെ സംഭവം വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻസി കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അതനുസരിച്ച് ചെയ്യാം. അതിൻ്റെ ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ പൈലറ്റിൻ്റെ ആ ഒരു സംഭവം അവിടെ വെക്കുകയാണ്, അതായത് അവിടെ അവർ സൈൻ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സോ സ്റ്റിക്കേഴ്സോ ഒക്കെ വെക്കാം. ഞാനിവിടെ ബേബി ഗേളിൻ്റെ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും. അതേപോലെ ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ സിമ്പിൾ അതും ഞാൻ ട്രാൻസ്പെറൻസി കുറച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യും. അതുപോലെ തന്നെ ആ സൈഡിൽ ആ ഒരു ഇതില്ലേ ബാക്ക്ഗ്രൗണ്ട് പോലത്തെ സംഭവം അതും നിങ്ങൾക്ക് മിനിമൈസും മാക്സിമൈസും ഒക്കെ ചെയ്യാം കേട്ടോ, അതിൻ്റെ സൈസും. പിന്നെ ഫൈനലി ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓപ്ഷൻ പോകുമ്പോൾ അവിടെ മേലെ PNGൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ഓപ്ഷൻ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 ടൈം ഒരു അപ്ഗ്രേഡ് ഓപ്ഷൻ എടുത്തു. അപ്പോൾ 69 റുപ്പീസാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1 ഡേയുടെ. അത് വെച്ചിട്ടായിരുന്നു ഞാൻ സർട്ടിഫിക്കറ്റ് ഫർദർ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്തത് അതൊക്കെ ഞാൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ 1 ഡേ പ്ലാൻ പോലെ എടുത്തൊരു 70 റുപ്പി അടച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും നിർബന്ധമില്ല അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ നിന്ന് അവർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ പുതിയതായിട്ട് വാവയായിട്ട് ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന പാരന്റ്സിന് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നവരെ ബൈ.